ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. നമ്മൾ വെഡ്ഡിങ് കാർഡിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് മുന്നേ നമ്മൾ വെഡ്ഡിങ് കാർഡിൽ ഒരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ്ങിന് ഞാൻ കുറേ കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി എല്ലാം ബ്ലൂ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ബ്ലൂ കളറാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ലൈറ്റ് ബ്ലൂവും പിന്നെ ഡാർക്ക് ബ്ലൂവും പിന്നെ അതുപോലെ വൈറ്റും കൂടിയിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊരു സ്പോഞ്ച് യൂസ് ചെയ്ത് ഇതുപോലെ ഡാബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലൈറ്റ് കളർ ഡാബ് ചെയ്തിട്ട് പിന്നെ അതിന് ശേഷമാണ് ഡാർക്ക് കളറിലോട്ട് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വൈറ്റ് ഡാബ് ചെയ്തു, അതിന് ശേഷം ദെൻ ഡാർക്ക് ബ്ലൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പോഞ്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടെക്സ്ചർ കൂട്ടിയിട്ട് നമുക്കിതിൽ കിട്ടും. പിന്നെ നമ്മുടെ വീട്ടുകാരെ ചീത്ത കേൾക്കണമെങ്കിൽ അപ്പം തന്നെ നമ്മളൊരു നനഞ്ഞ തുണി എടുത്തിട്ട് അപ്പം തന്നെ ആ സർഫസ് ഒന്ന് ക്ലീൻ ചെയ്യാം. അതിനുശേഷം നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു കളർ കിട്ടുന്ന വരെ ഓരോ കളർ പിന്നെയും ആഡ് ചെയ്ത് പിന്നെയും ഡാബ് ചെയ്ത് കാരണം ഫസ്റ്റ് ഞാൻ ലൈറ്റ് ബ്ലൂ ആഡ് ചെയ്ത് പിന്നെ അതിനുശേഷം വൈറ്റ് ആഡ് ചെയ്ത് പിന്നെ തന്നെ ഡാർക്ക് ബ്ലൂ ആഡ് ചെയ്ത് ഡാബ് ചെയ്തിട്ടാണ് ഈ ഒരു ഇത് കിട്ടിയത്. പിന്നെ അതിനുശേഷം നമുക്ക് വേണ്ട പിക്ചർ നമുക്ക് വരച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ഗണപതിയുടെ ഇതാണ് വരക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു റഫ് സ്കെച്ച് നമ്മൾ വരച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മീഡിയ കൂടെ വൈറ്റ് കളർ യൂസ് ചെയ്തിട്ടാണ് ഔട്ട്ലൈൻ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് ആ വരച്ച ഭാഗത്തൂടെയൊക്കെ വൈറ്റ് കളർ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇത് ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു പടമാണ് കേട്ടോ. അത് ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായി വരക്കണമെന്നാണെങ്കിൽ അങ്ങനെ വരക്കാം. എനിക്കത്ര കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാൻ ജസ്റ്റ് പെൻസിൽ കൊണ്ട് ഒരു ഔട്ട്ലൈൻ വരച്ചതിന് ശേഷമാണ് പെയിൻറ്റ് യൂസ് ചെയ്തത്. റെഡ് കളർ യൂസ് ചെയ്തിട്ട് ആ മിഡിൽ പോർഷൻ കൂടി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ലുക്ക്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം, വാർണിഷ് അടിച്ച് കൊടുക്കണം. വാർണിഷ് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നമുക്ക് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യണമെന്നാണെങ്കിൽ ഇതിടാണ് നല്ലത്. പിന്നെ അത് മാത്രമല്ല, വാർണിഷ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പെയിൻറ്റിങ്ങിന് ഒരു ഷൈനിങ് എഫക്റ്റ് ഒക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ വാർണിഷ്. നമുക്കിപ്പോൾ ഭയങ്കര പ്ലെയിൻ ആയിട്ടിരിക്കുന്നത് കുറച്ചും കൂടി ഡിസൈൻ നമ്മൾ ആഡ് ചെയ്താലോ എന്ന് കരുതിയപ്പോഴാണ് ഗോൾഡ് ഫോയിലിൻ്റെ കാര്യം ഓർക്കണം. അങ്ങനെ നമ്മൾ അവിടെ ആയിട്ട് നമ്മളിതുപോലെ ഫെവിക്കോൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഗോൾഡ് ഫോയിൽ നമ്മൾ അപ്പോൾ എവിടെയൊക്കെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഗോൾഡ് ഫോയിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് കുറച്ച് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു ബ്രഷ് എടുത്തിട്ട്, ബ്രഷ് തന്നെ വേണമെന്നില്ല, നമ്മുടെ കൈയായാലും മതി, അങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. കാരണം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഗമ്മ അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ, അവിടെ ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബ്രഷ് യൂസ് ചെയ്ത് കൊടുക്കണേ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.